ഇപ്പോൾ ഔട്ട്സൈഡ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 0 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ പുറത്ത് ഡ്രസ് ഇല്ലാതെ നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ മൊത്തത്തിൽ സ്നോ ആണ്, നല്ല ടെമ്പറേച്ചർ കുറവാണ്. അപ്പോൾ നമ്മളിങ്ങനെ നിൽക്കണമെങ്കിൽ ഇതിന് മുന്നേ എന്നെ സ്വന്തം പുഴുങ്ങിയെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്നെ പുഴുങ്ങിയെടുത്തിട്ട് ഇവിടെ പുറത്ത് വന്ന് സ്നോയിൽ നമുക്ക് കുറച്ച് പരിപാടി ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ നേരെ വീട്ടിലേക്ക് പോകും. അപ്പോൾ ഈ സൗന എന്ന് പറയുന്നത് ഈ ഫിനിഷാരുടെ ഒരു മെയിൻ സംഭവം കേട്ടോ. ഇവരുടെ ട്രഡീഷൻ്റെ ഒരു ഭാഗമായിട്ടാണ് വരുന്നത് ഈ സൗന. അപ്പോൾ ഇതിന് കുറേ ഹെൽത്ത് ബെനിഫിറ്റ്സ് അതുപോലത്തെ പല കാര്യങ്ങളും കേട്ടോ. ഇവർക്ക് ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത സംഭവമാണ് ഈ സൗന. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ടോ. അപ്പോൾ അവൻ്റെ ഈ വിറക് പുരയാണിത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് സൗനക്ക് വേണ്ടിയിട്ടുള്ള വുഡ് എടുക്കാൻ പോകുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ നമുക്കൊന്ന് ഇതൊരു 3-4 വർഷത്തേക്ക് വേണ്ടുന്ന വുഡൊക്കെ ഉണ്ട് ഇവിടെ. നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എക്സ് വെച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആക്ച്വലി ഈ സൗന എന്ന് പറയുന്നത് 2 ടൈപ്പുണ്ട്. ഇലക്ട്രിക്കും ഉണ്ട്, അതുപോലെ തന്നെ ഈ വുഡ് വെച്ചിട്ടുള്ള ഉണ്ട്, ട്രഡീഷണൽ ആയിട്ടുള്ള. അപ്പോൾ നമ്മൾ ഇന്ന് യൂസ് ചെയ്യാൻ പോകുന്നത് ഈ വുഡ് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാം. It's better. അപ്പൊ ഇത് വുഡ് കട്ട് ചെയ്യുന്ന കുറച്ച് ബുദ്ധിമുട്ടുള്ള പണി നേട്ടാ. ഇലക്ട്രിക് സോന മതിയായിരുന്നു. അപ്പൊ ഇതാണ്ട നമ്മുടെ സവന വരുന്ന. അതുപോലെ തന്നെ നമുക്ക് ഇരിക്കേണ്ട സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇതാണ് ഇതിന്റെ സ്റ്റോൺ വരുന്നത്. ഈ സ്റ്റോൺ ഹീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വേപ്പർ ഉണ്ടാക്കിയിട്ട് നമ്മൾ പുഴുങ്ങിയെടുക്കാൻ പോകുന്ന സംഭവം കേട്ടോ. ഇതിൻ്റെ അകത്തേക്ക് വുഡൊക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. ലൈറ്റ് വെച്ച് കത്തിച്ചു കൊടുക്കാം. നമുക്ക് അടച്ചു കൊടുക്കാം. ഇത് നമ്മൾ കത്തിച്ചു കൊടുത്താൽ പിന്നെ ഇതിന്റെ ചിമ്മിനി ഉണ്ട് ഇവിടെ. ഇതിന്റെ ഈ സ്മോക്കൊക്കെ പുറത്തേക്ക് പോകാൻ വേണ്ടിയില്ല. അപ്പോൾ അതിന്റെ വെന്റ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി കൊടുക്കണം. ഇത് ഹീറ്റ് ആയതിനു ശേഷമാണ് ഇത് നമ്മുടെ സ്റ്റോണ്. ഇത് നമ്മൾ നോർമൽ കല്ലാട്ടോ, നല്ല പെബിൾസ് പോലത്തെ സ്റ്റോണാണ് വരുന്നത്. അപ്പോൾ ഇത് കത്തി ഇത് ചൂടായതിനു ശേഷം നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതൊന്ന് കത്താൻ വേണ്ടി കുറച്ച് സമയം എടുക്കും എന്തായാലും. ഇപ്പോൾ ഇതൊരു 1 മണിക്കൂറോളം എടുക്കും ഇതൊന്ന് ജസ്റ്റ് ഹീറ്റ് ആവാൻ വേണ്ടി. നമുക്ക് വേണ്ടത് ഒരു ടെമ്പറേച്ചർ ഉണ്ട്, ഒരു 80 ഡിഗ്രി, ചിലപ്പോൾ അതിന് മുകളിലേക്ക് എടുക്കും. അപ്പോൾ നമ്മൾ സോനയിൽ പോകുന്നതിന് മുന്നേ നമുക്ക് ആവശ്യത്തിന് വെള്ളം കുടിക്കാനുണ്ട്. കാരണം നന്നായിട്ട് ഡീഹൈഡ്രേഷൻ സംഭവിക്കും. ആവശ്യത്തിന് വെള്ളം കുടിക്കണം. അപ്പോൾ നോർമലി എല്ലാവരും സോനയിൽ പോകുമ്പോൾ നേക്കഡ് ആയിട്ടാണ് പോവാ. പക്ഷെ നമ്മൾ അതിന് മുതിരുന്നില്ല. നമ്മൾ ജസ്റ്റ് ടീഷർട്ട് മാത്രമേ വരുന്നുള്ളൂ. ജസ്റ്റ് ഈ ഷോർട്സ് എന്തായാലും വരുന്നുണ്ട്. നമുക്ക് വീഡിയോ ഒക്കെ ചെയ്തു നമുക്കിത് എന്തായാലും ചെയ്യാൻ പറ്റില്ല. Oh my god, your face, especially your head. The guy don't want to get wet and you want to go to the sauna. അപ്പോൾ നമ്മുടെ സൗന അത്യാവശ്യം ടെമ്പറേച്ചർ വന്നിട്ടുണ്ടോ. നമുക്ക് അതിലേക്ക് വേണ്ടുന്ന വെള്ളം നമുക്ക് എടുക്കാം. അപ്പൊ നമ്മുടെ ആവശ്യത്തിന് വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്കിനി സോനക്കകത്തേക്ക് പോയിട്ട് തന്നെ പുഴുങ്ങാം. അപ്പൊ അതേ നമ്മുടെ ഈ കല്ല് ആവശ്യത്തിന് ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോകണം. ഞാൻ ആദ്യമായിട്ടാണ് ഇതിലേക്ക് എങ്ങനെ സംഭവം എന്നറിയില്ല. അപ്പൊ ആവശ്യത്തിന് വേപ്പേഴ്സ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിൻ്റെ അകത്ത് വന്നിട്ട് അത് ആവശ്യത്തിന് സ്റ്റീം വരുന്നുണ്ട്. അപ്പൊ ഞാൻ എന്തായാലും കുറച്ചേരം ഒന്ന് പുഴുങ്ങിയിട്ട് വരാം. അപ്പൊ ഞാൻ ഇപ്പൊ വരാം. അപ്പൊ അതെ ഞാൻ ആവശ്യത്തിന് പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു സ്വയം. അപ്പൊ അതെ ഈ കല്ല് ചൂടായിട്ട് ഇപ്പൊ അതിലേക്കാണ് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് അതിന്റെ ആവിയിലാണ് ഞാനിപ്പോ കുളിച്ചിട്ടുള്ളത്. ഞാൻ ഇപ്പോഴത്തെ ടെമ്പറേച്ചർ കണ്ടല്ലോ, ഒരു 60 ഡിഗ്രീസാണ് വരുന്നത്.
അപ്പോൾ ഞാൻ ആവശ്യത്തിന് എൻ്റെ ബോഡി ഇപ്പോൾ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതേ ടെമ്പറേച്ചറിൽ നമുക്കിനി പുറത്തേക്ക് പോയിട്ട് സ്നോയിൽ ഒന്ന് കുടിച്ചിട്ട് വരാം. അപ്പോൾ ഈ ഔട്ട്സൈഡ് ടെമ്പറേച്ചർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 0 ഡിഗ്രി ആട്ടോ. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു തണുപ്പ് എനിക്ക് ഫീൽ ആവുന്നില്ല. ഇപ്പൊ ആക്ച്വലി ഈ ഒരു സൗന എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്കും ഹെൽത്തിനും ഒക്കെ ഭയങ്കര ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു സംഭവം കേട്ടോ. ആക്ച്വലി നമ്മൾ ഈ ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യാനും അതുപോലെ നമ്മൾ ഈ പോർസ് ഓപ്പൺ ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ ഈ ഹാർട്ട് ഫങ്ഷൻ ബെറ്റർ ആക്കാനും പിന്നെ ഈ നമ്മുടെ മൈൻഡിൽ ഉണ്ടാകുന്ന സ്ട്രെസ് ടെൻഷൻ അങ്ങനെ പല ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ ഇതിന്. അപ്പോൾ ഇത് വീക്കിലി ഒരിക്കൽ പോലും ചെയ്യാത്ത ഒരു ഫിനിഷ് പീപ്പിളും ഉണ്ടാവില്ല കേട്ടോ.